The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते प्यारे बच्चों, कैसे हो? कैसी चल रही है आप सबकी पढ़ाई? सब अच्छी चल रही है? देखो, एक महीना खत्म होने को आया, 10 दिन के बाद फरवरी शुरू होने वाला है। इतना जल्दी एक साल खत्म हो गया ना, है? आप सब बड़े बच्चे हो गए, अभी 9th स्टैंडर्ड में जा रहे हो, है ना? तो हम लोग का पोर्शंस भी अभी इस चैप्टर के बाद एक चैप्टर है, हमारा पोर्शंस भी खत्म हो जाएगा। तो अभी बहुत से बच्चे अपने फाइल सब लेके आ रहे हैं, मैं करेक्शन करके दे रही हूँ, तो आप लोगों ने अपना फाइल करेक्शन सब बराबर कर रहे हो, आप लोग सब वर्क सब किया है, सब अच्छे बच्चे है ना? सुबह जल्दी उठते हो ना, खाना सब बराबर खाते हो आप लोग, हेल्दी हो सब लोग? अभी गर्मियां शुरू होने को आई हैं, तो सुबह थोड़ी ठंडी और फिर गर्मी, हेल्थ का सब बराबर ध्यान रखना, ओके? हेल्थ എല്ലാം നന്നായി നോക്കുക, വെള്ളം കുടിക്കുക, നന്നായിട്ട് രാത്രിയെല്ലാം നേരത്തെ ഉറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഏത് ചാപ്റ്റർ തുടങ്ങിയത്? സഫേദ് ഗുഡ്. കുറച്ചുകൂടി ബാക്കിയുണ്ട് അല്ലെ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഒരു സസ്പെൻസ് ഉണ്ട് അല്ലെ? എന്ത് സംഭവിച്ചു? അവന് എന്ത് തിന്നാനായിരുന്നു ആഗ്രഹം? സഫേദ് ഗുഡ്, വെളുത്ത വെല്ലം, ശർക്കര. പക്ഷെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അത്ര ശരിയല്ലാത്ത കാരണം അവന് പൈസ കിട്ടിയില്ല. പക്ഷെ വിഷമത്തോടെ ഇരിക്കും. പക്ഷെ അവൻ ചെറുപ്പം മുതൽ ദൈവത്തിന് ഭയങ്കര ഭക്തിയാണ്, അമ്മയ്ക്കും ഭയങ്കര ഭക്തിയാണ്. അപ്പൊ അവന്റെ മനസ്സിൽ എന്നും ഒരു ധാരണ എന്താണ്? ദൈവം രക്ഷിക്കും, ദൈവം അവരെ കാത്തോളും, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോ അവൻ വിചാരിക്കുകയാണ്, ഞാൻ നല്ല കുട്ടിയാണ്, എല്ലാവരും പറയാറുണ്ട് നീ നല്ല കുട്ടിയാണ്, അപ്പോ ദൈവം എന്തായാലും കുറച്ച് പൈസ എനിക്ക് തരും, അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും ഒരു വഴിയില് വെല്ലം തരും വിചാരിച്ച് അവൻ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അവിടെ വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. शुरू करें नेक्स्ट? यस, आप सब तैयार हैं? तो हम लोग नेक्स्ट क्या हुआ पढ़ते हैं, ओके? वो तेजी से उठा और घर के अकेले कोने में पूजा करने बैठ गया. എപ്പോ അവന്റെ മനസ്സിൽ വന്നു ദൈവം അവനെ രക്ഷിക്കും, അപ്പൊ ആ സമയത്ത് വേഗം എണീച്ചിട്ട് ഒരു കോർണറിൽ പോയിട്ട് പൂജ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. തബി മാനെ ആവാസ് ദി, അമ്മ വിളിച്ചു, അമ്മയുടെ സൗണ്ട് കേട്ടു. ബേട്ടാ പൂജ സെ ഉഠ്നെ കെ ബാദ് ബാസാർ സെ നമക് ലിയ. പൂജ ചെയ്ത് കഴിഞ്ഞാൽ, നാമോലം ജപിച്ചു കഴിഞ്ഞാൽ വേഗം വന്നിട്ട് ബാസാർ മീൻസ് മാർക്കറ്റ് പോയിട്ട് എന്ത് കൊണ്ടുവരണം? നമക്. നമക് പറഞ്ഞ എന്താണ്? ഉപ്പ്, ഓക്കെ? സോൾട്ട് കൊണ്ടുവരും. उसे लगा, അവന് തോന്നി, ജैसे ഈശ്വർ ने उसकी पुकार सुन ली. ബിക്കോസ് അവൻ മാർക്കറ്റിൽ പോകാൻ കാത്തിരിക്കണം ആ വെല്ലം കഴിക്കാൻ. അപ്പോഴേക്കും അമ്മ മാർക്കറ്റിൽ പോയിട്ട് ഉപ്പ് കൊണ്ടുവരാൻ പറയണ കേൾക്കുമ്പോഴേക്കും അവൻ വിശ്വസിച്ചു, അയ്യോ ഇത്ര നേരം ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ദൈവം ഞാൻ പറയുന്നത് കേട്ടു, സുല്ലി. വരണ പൂജ പർ बैठते ही माँ उसे बाजार जाने को कहती. അല്ലെങ്കിൽ പൂജ ചെയ്യാൻ ഇരിക്കുമ്പോഴേക്കും അമ്മ പോയി മാർക്കറ്റിൽ പോയി വാ എന്തിനാ പറയേണ്ടത്? അപ്പൊ ദൈവം എന്തോ കണ്ടുവച്ചിട്ടുണ്ട്, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. उसने ध्यान लगाकर അവൻ ശ്രദ്ധയോടെ പൂജ ചെയ്തു. फिर पैसे और झोला लेकर, पैसा झोला वरना सेंजी, सेंजिलല്ലേ സാധനം കൊണ്ട് വരുന്നത്, അപ്പൊ झोला लेकर बाजार की ओर चल दिया, മാർക്കറ്റിലേക്ക് പോയി. यहाँ तक सबको समझ में आ गया बच्चों? യെസ്, അമ്മ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അവൻ മാർക്കറ്റിലേക്ക് പോകുകയാണ്. അപ്പൊ മനസ്സിൽ സന്തോഷമുണ്ട്, ദൈവം ഞാൻ പറഞ്ഞത് കേട്ടു, എനിക്ക് അത് തിന്നണം പറഞ്ഞപ്പോ ദൈവം അതാണ് ഒരു വഴി കണ്ടുപിടിച്ചിട്ട് മാർക്കറ്റിലേക്ക് അമ്മ അയക്കുന്നത്. घर से निकलते ही വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും उसे खेत पार करने पड़ते थे. ആ കൃഷി അവിടെ പാടം ഉണ്ടായിരുന്നു, അതെല്ലാം ക്രോസ് ചെയ്തിട്ട് फिर गांव की गली, ഒരു വില്ലേജില്, ആ വില്ലേജില് ഒരു ഗലി ഉണ്ട്, തെരുവുണ്ട്. ആ തെരുവില് ഈണ്ടോ की बनी हुई, ഈണ്ട് പറഞ്ഞ എന്താണ്? ചെങ്കൽ, ബ്രിക്സ് ഉണ്ടാക്കിയ ബസാർ की सड़क आती थी. മാർക്കറ്റിൽ പോകാനുള്ള സടക്, റോഡ്, ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ റോഡ് ഉണ്ട്. ഷാം ഹോ ഗയി. ആ സമയത്ത് അമ്മ പറഞ്ഞ സമയത്ത് സന്ധ്യ നേരത്താണല്ലോ ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, വൈകുന്നേരം സമയമായി, ഷാം ഹോ ഗയ. സൂരജ് ഡൂബ് രഹാ, സൂര്യൻ
അസ്തമിക്കുന്നുണ്ടായിരുന്നു. വ ഖേത്തോമേ ചലാ ജാ രഹാ താ. അവൻ അങ്ങനെ കൃഷി ഭാഗത്തും പാടങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആഖേ ആദി ബന്ദ് ഥി. ആഖേ കണ്ണ്, ആദി പാതി, ആദി മീൻസ് പാതി, ഹാഫ്, ബന്ദ് ബന്ദ് മീൻസ് അടച്ചിട്ട്. ഈശ്വർ പർ ധ്യാൻ ലഗായെ. ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിനെ പറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. और संधि और संध्या के मंत्र नामം ചൊല്ലി ദൈവത്തിനെ പറ്റി തന്നെ ഓർത്തിട്ട് ബാർ ബാർ റിപ്പീറ്റഡ്ലി ദൊഹറാന. ദൊഹറാന മീൻസ് പറഞ്ഞു തന്നെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേ പോകുന്നുണ്ടായിരുന്നു, ദൈവത്തിനെ പറ്റി ഓർത്ത് പോകുന്നുണ്ടായിരുന്നു. ഉസെ യാദ് നഹി, അവനെ ഓർക്കാൻ കൂടി പറ്റുന്നില്ല, അവന് ഓർമ്മ കൂടി ഇല്ല. ഉസ്നെ കിത്നി ദേർ മേ, അവൻ എത്ര സമയം എടുത്തു ഖേത് പാർക്ക്, ആ ഫീൽഡ്, ആ കൃഷി സ്ഥലമെല്ലാം പാർക്ക് ചെയ്യുക, ക്രോസ് ചെയ്തത് ഓർമ്മയില്ല. മീൻസ് കണ്ണിങ്ങനെ ചിമ്മി ദൈവത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എത്ര പെട്ടെന്ന് അതെല്ലാം ക്രോസ് ചെയ്തു എന്ന് ഓർമ്മയെ വരുന്നില്ല. ലേക്കിൻ ജബ് ഗാവ് കി ഈട്ടോം കി ഗലി മേ ആയ, വില്ലേജിൽ ടീച്ചർ പറഞ്ഞ ഒരു ബ്രിക്സിന്റെ ഒരു റോഡ് ഉണ്ടെന്ന്, അവിടെ എത്തിയപ്പോ സൂരജ് ഡൂബ് ചുക്കാ താ, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. ഓർ അന്ധേരാ ഛാനെ ലഗാ താ, അങ്ങനെ ഇരുട്ടായി മാറി, സൂര്യൻ അസ്തമിച്ചു. അപ്പനെ അപ്പനെ ഘറോ മേ ഥേ, ആൾക്കാർ അവരവരുടെ വീട്ടിലായിരുന്നു, ഇരുട്ടായല്ലോ. ധൂവാ ഉഠ് രഹാ താ, പുക വരുന്നുണ്ടായിരുന്നു. എവിടുന്ന്? വീട്ടുകളിൽ. വൈ? ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ആൾക്കാർ അടുപ്പിൽ ഫുഡ് ഉണ്ടാക്കുമ്പോ വീട്ടിന്റെ മുകളിൽ നിന്ന് പുക വരുന്നുണ്ട്. ചോപ്പായെ ഖാമോഷ് പടേത്തി. ചോപ്പായെ 4 കാലുകളുള്ള മൃഗങ്ങൾ, ദാറ്റ് മീൻസ് പശു. പശു എല്ലാം ചുപ്ചാ പടേ പോയി. നീം സർദിക്ക് നീം സർദി, നല്ല തണുപ്പുള്ള സമയമായിരുന്നു. പെട്ടെന്ന് ഇരുട്ടാവുന്നു, എല്ലാവരും അവരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, മൃഗങ്ങളെല്ലാം മിണ്ടാതെ കിടക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. രാത്രി നേരമായി, രാത്രിയല്ല സന്ധ്യ നേരം കഴിഞ്ഞിട്ട് ഒരു 7 മണി ആ സമയം ആയി. ഉസ്നെ പൂരി ആങ്ക് ഖോൽക്കർ, ഹാഫ് ആയിരുന്നല്ലോ കണ്ണ് തുറന്നത്, അപ്പൊ ഫുൾ തുറന്നിട്ട് ബാഹർ കുച്ച് ഭി ദേഖ്നെ കി കോശിഷ് നഹീ കി, തുറന്നിട്ട് ഒന്ന് നോക്കാൻ ട്രൈയേ ചെയ്തില്ല. മീൻസ് എന്താ സംഭവിക്കണമെന്നില്ല, എപ്പോഴും കണ്ണ് പാതി ചിമ്മിച്ച് തന്നെ ഇരിക്കുന്നത്. അപ്പൊ അവനെ ഭീതർ ദേഖ, ആക്ച്വലി അവന്റെ ഉള്ളിൽ നോക്കുന്നുണ്ട്, ഭീതർ ഉള്ളിൽ നോക്കുന്നുണ്ടായിരുന്നു. ജഹാ ഗഹരെ അന്ധകാരം, ഡാർക്ക് അന്ധകാർ, ഡാർക്കായിട്ട് ഇരുട്ടായിട്ട് ഇരിക്കുകയാണ്. ഝിൽമിലാത്ത പ്രകാശ്, മിന്നുന്ന തെളിയുന്ന പ്രകാശം ഉണ്ടായിരുന്നു. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ അവൻ നോക്കുന്നുണ്ടായിരുന്നു. അവൻ കണ്ണ് പുറത്തേക്ക് നോക്കുന്നില്ല, കണ്ണ് മുഴുവൻ തുറന്നിട്ട് നോക്കുന്നില്ല. അവന്റെ ഉള്ളിൽ അവൻ ദൈവത്തിനെ നോക്കണം, ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശ്വർ കാ പ്രകാശ്, ദൈവത്തിന്റെ ആ പ്രകാശത്തിനെ അവൻ നോക്കണം. और उस प्रकाश के आगे, ആ പ്രകാശത്തിന്റെ ഉമ്മർത്ത്, ആ വെളിച്ചത്തിന്റെ ഉമ്മർത്ത് ആങ്ക് ബന്ദ് കിയെ, അവൻ കണ്ണ് ചിമ്മിയിട്ട് മന്ത്രപാഠ് കർ രഹാ താ, മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണ് ചിമ്മിയിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. യഹാ തക് സബ്കോ സമജ് മേ ആ ഗയാ ബच्चों? യെസ്. അച്ചാനക് പെട്ടെന്ന് ഉസേ ആജാൻ കി ആവാസ് സുനായി. അജാൻ പറഞ്ഞാല് ഈ പള്ളികളിൽ വാങ്ക് വിളിക്കുക പറയില്ലേ, അപ്പോ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളിയിലെ ആ ശബ്ദം കേട്ടു. ഗാവ് കെ സിരെ, ആ വില്ലേജിന്റെ ഒരു മുക്കില് ഛോട്ടി സി, ഒരു ചെറിയ മസ്ജിദ് പള്ളി ഉണ്ടായിരുന്നു. ഉസ്നെ തോടി സി ആംഖേ ഖോൽക്കർ ദേഖ, കുറച്ച് കണ്ണ് തുറന്ന് നോക്കി. അന്ധേര കാഫി ഗാഡാ ഹോ ഗയ, അപ്പൊ നല്ല ഇരുട്ടായി, ഗാഡാ മീൻസ് നല്ല ഇരുട്ടായി പോയി. മസ്ജിദ് കെ ഏക് കമറേ മേ, മസ്ജിദിൽ ഒരു റൂം ഉണ്ട്, അതിന്റെ ബറാബർ, അതിന്റെ അടുത്ത് തന്നെ ദലാൻ പർ, അവിടെ ഒരു ബാൽക്കണി പോലെ, അവിടെ ദലാൻ മേ ലോഗ് നമാസ് കെ ലിയെ ഇക്കട്ടാ ഹോ രഹേ थे. നമാസ് പറഞ്ഞ നമാസ് വായിക്കാൻ വേണ്ടി ഇഖട്ട കൂടാൻ തുടങ്ങി. വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോകില്ല, മോസ്ക് പോകില്ല, അപ്പൊ എല്ലാവരും അങ്ങനെ കൂടാൻ തുടങ്ങി. ഉസ്കെ ഭീതർ എക് ലഹർ സി ആയി. ഇത് കണ്ടപ്പോ അവന്റെ മനസ്സിൽ ഒരു ലഹർ പറഞ്ഞ എന്താണ്, വേവ്സ് പോലെ വന്നു, ഒരു സന്തോഷം, ഒരു ഉത്സാഹം വന്നു. ഉസ്നെ പേർ ഠിട്ടക് ഗയ, അവന്റെ കാൽ അങ്ങനെ അവിടെ നിന്നുപോയി. ഠിട്ടക് അവിടെ തന്നെ നിന്നു, അവൻ ആ പള്ളിന്റെ ഒപ്പം തന്നെ പോയി നിന്നു. ആഖെ പൂരി ബന്ദ് ഹോഗി, കുറച്ച് തുറന്നു പറഞ്ഞില്ലേ, അത് ഫുൾ ക്ലോസ് ആക്കി. വ മൻ ഹി മൻ കഹ ഉഠ, അവൻ മനസ്സിൽ പറഞ്ഞു, ഈശ്വർ യദി തും ഹോ, ദൈവമേ നിങ്ങൾ ഉണ്ടെങ്കിൽ, और मैंने सच्चे मन से, സത്യമുള്ള മനസ്സിൽ തുമ്ഹാരി പൂജ കി ഹെ, നിങ്ങളെ ഞാൻ പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ, മുझे पैसे दो, എനിക്ക് പൈസ തരൂ. യഹി ഇസി വക്ത്, ഇതേ സമയത്ത് ഇപ്പൊ തന്നെ എനിക്ക് പൈസ തരൂ എന്ന് ആ പള്ളിന്റെ ഉമ്മർത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു. यहाँ तक सबको समझ में आ गया? यस. वो वही गली में बैठ गया, ആ തെരുവിൽ തന്നെ ഇരുന്നു, ആ സ്ട്രീറ്റിൽ തന്നെ അവൻ ഇരുന്നു. उसने जमीन पर हाथ रखा, ഭൂമിയിൽ കൈവച്ചു. जमीन ठंडी थी, തണുപ്പാണല്ലോ, അപ്പൊ ഭൂമി നല്ല തണുപ്പായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഓക്കെ. ഹാത്തോം കെ നീച്ചെ, കൈന്റെ അടിയില് ചിക്കന സ മെഹസൂസ് ഹുവ. ചിക്കന മീൻസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എന്തോ മെഹസൂസ് ഫീൽ ചെയ്തു പറഞ്ഞു. ഉല്ലാസ് കി ബിജ്ലി, സന്തോഷത്തിന്റെ കരണ്ട്, ബിജ്ലി മീൻസ്
കരണ്ട് ഉസ്കി ശരീർ മേ ദോड़ गया, അവന്റെ ഹോൾ ബോഡിയിൽ അങ്ങനെ ഓടി, സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടി പറയില്ല നമ്മള്, അതാണ് പറയുന്നത്. ഉസ്നെ ആഖേ ഖോൽക്കർ ദേഖ, കണ്ണു തുറന്ന് നോക്കിയപ്പോ അന്ധേരെ മേ, ഇരുട്ടത്ത്, ഉസ്കി ഹത്തേലി മേ ഏക് അഠന്നി ധമക് രഹി ഹൈ, 50 പൈസ മിന്നുന്നു അവന്റെ കയ്യിൽ, 50 പൈസ ഉണ്ട് അവന്റെ കയ്യിൽ. അന്ധേരെ മേ ഉസ്കി ഹത്തേലി മേ ഏക് അഠന്നി ധമക് രഹി थी, ഇരുട്ടത്ത് അവന്റെ കയ്യില് 50 പൈസ അങ്ങനെ മിന്നുന്നുണ്ടായിരുന്നു. വ മൻ ഹി മൻ, അവൻ മനസ്സിൽ തന്നെ ഈശ്വർ കെ ചരണോ മേ ലോട്ട് ഗയ, ദൈവത്തിന്റെ കാലിൽ അങ്ങനെ വീണുപോയി. അവൻ മനസ്സിൽ സന്തോഷം, അയ്യോ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പൊ പൈസ വേണമെന്ന്, അപ്പൊ തന്നെ കിട്ടിയല്ലോ, സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടി. ഖുഷി കെ സമുദ്രമേ, സന്തോഷത്തിന്റെ സമുദ്രത്തിൽ झूलने लगा, ഊഞ്ഞാലാടാൻ തുടങ്ങി. ദാറ്റ് മീൻസ് വെരി 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 ഹാപ്പി. ഓക്കെ, ഉസ്നെ ഉസ് അഠന്നി കോ, അവൻ ആ 50 പൈസയെ ബാർ ബാർ നിഹാര, ഇട്ട് ഇസ് നിഹാർന, നോക്കുക, അതേ നോക്കിക്കൊണ്ടിരിക്കുക. ചൂമ, ഉമ്മ വെച്ചു. മാഥേ സെ ലഗായ, മാഥ മീൻസ് ഫോർഹെഡ്, ഫോർഹെഡിൽ വെച്ചു. ക്യൂങ്കി വഹ്, വെരി ഇമ്പോർട്ടന്റ് പാരഗ്രാഫ്, ലിസൺ. എന്തിനാണ് ഇത്രയ്ക്ക് സന്തോഷം വന്നത്? അതെന്താ റീസൺ? ക്യൂങ്കി വഹ് ഏക് അഠന്നി നഹി थी, വെറും ഒരു 50 പൈസയല്ല ആ പൈസ. ഉസ് ഗരീബ് പർ, ആ പാവപ്പെട്ടവന്റെ മുകളില് ഈശ്വർ കി കൃപാ थी, ദൈവം തന്ന ബ്ലെസ്സിങ് ആയിരുന്നു, വെറും 50 പൈസയല്ല അത്. ഉസ്നെ ഉസ്കി സാരി പൂജ, അവൻ ഇത്ര വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജ ഓർ സച്ചായി, സത്യത്തിന് ഈശ്വർ കി ഓർ സെ ഇനാം ഥ, ദൈവം തന്ന പ്രൈസ് ആയിരുന്നു, ഗിഫ്റ്റ് ആയിരുന്നു അവന് കൊടുത്തത് ആ 50 പൈസ. അതാണ് ഇത്രയും സന്തോഷം. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് അവൻ ഇന്നും നമ്മുടെ അടുത്ത് ചോദിക്കൽ ദൈവമുണ്ടോ ദൈവമുണ്ടോ, പക്ഷെ അവന് പ്രൂഫ് കിട്ടിയില്ല. ഇന്ന് അവന് പ്രൂഫ് കിട്ടി ദൈവം ഉണ്ട്. ആ സന്തോഷം കൊണ്ട് അവൻ ഭയങ്കര, അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല. ബിക്കോസ് ദൈവം കൊടുത്ത ഗിഫ്റ്റ് ആണെന്നാണ് അവൻ മനസ്സിൽ വിചാരിച്ചത്. All of you understand? ഈശ്വർ ജറൂർ ഹെ, ദൈവമുണ്ട്. ഉസ്കാ മൻ ചില്ലാനെ ലഗാ, അവൻ മനസ്സുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി, ദൈവമുണ്ട് ദൈവമുണ്ട് എന്ന്. ഭഗവാൻ മേ തുമാര ഛോട്ടാ സാ സേവക്, ദൈവമേ ഞാൻ ചെറിയൊരു ഹെൽപ്പറാണ്, നിങ്ങളുടെ ചെറിയൊരു ഹെൽപ്പർ. മേ സാരാ ജീവൻ, ഞാൻ എന്റെ ഫുൾ ജീവിതം തുമ്ഹാരി ഭക്തി കറുങ്ക, നിങ്ങളുടെ ഭക്തി ചെയ്യും ഞാൻ, നിങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടേ ജീവിക്കും ഞാൻ. മുझे കഭി മത് വിസർന, എന്നെ ഒരിക്കലും വിടരുത്. ഉൾട്ടേ സീധേ ശബ്ദോമേ, തിരിച്ചും മറിച്ചും പറഞ്ഞ് ശബ്ദോമേ ഉസ്നെ മൻ ഹി മൻ കാ, മനസ്സിൽ എന്തൊക്കെയോ പുറപുറാന്ന് പറയാണ് സന്തോഷം കൊണ്ട്. और बाजार की तरफ दौड़ पड़ा, മാർക്കറ്റിൽ ഓടിയ. അഠന്നി ഉസ്നെ ജോർ സെ, ആ 50 പൈസയെ മുറുക്കെ ഹത്തേലിമേ, കയ്യിൽ ഇങ്ങനെ പിടിച്ച് ദബാറക്കി, പിടിച്ച് അമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാമ്പിൽ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ജബ് ദുകാൻ പർ പहुंचा, അവൻ മാർക്കറ്റില് ഷോപ്പിലെത്തിയപ്പോ, ഷോപ്പിലെത്തിയപ്പോ ലാൽട്ടേൻ ജൽച്ചുക്കി, ഇരുട്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ലാൽട്ടേൻ, രാന്തൽ വിളക്ക് പറയില്ലേ നമ്മള്, ലാൽട്ടേൻ ജൽച്ചുക്കി. പാസ്രി ഉസ്കെ സാമനെ ഹാത്ത് ജോഡ ബൈഠ, പാസ്രി ഷോപ്പ് കീപ്പർ, അവിടെ അവരും സന്ധ്യാനാമം ചൊല്ലുണ്ടാകും, അത് കൈ ഇങ്ങനെ കെട്ടി ഇരിക്കുമായിരുന്നു. ഓടി ദേരമേ ഉസ്നെ ആഖേ ഖോലി, കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കണ്ണു തുറന്നു. और पूछा क्या चाहिए, എന്ത് വേണം? ഉസ്നെ ഹത്തേലി മേ ചമക്തി അഠന്നി ദേഖി ഓർ ബോലി, ആ കുട്ടി ആ കയ്യിൽ ഇങ്ങനെ നോക്കി, ആ കയ്യിൽ 50 പൈസ ഇങ്ങനെ മിന്നുണ്ടായിരുന്നു. പറഞ്ഞു 8 ആനെ കാ സഫേദ്, 50 പൈസക്ക് എനിക്ക് സഫേദ് ഗുൾ, വെളുത്ത വെല്ലം വേണം. ये कहकर उसने गर्व से अठन्नी पसरी की तरफ गद्दी में फेंका, ഇത് പറഞ്ഞിട്ട് ഭയങ്കര ഗമയോടെ ഗർവോടെ ആ അഠന്നി, ആ 50 പൈസ ആ ഷോപ്പ് കീപ്പറിന്റെ ഗദ്ദി പറഞ്ഞ ഇരിക്കുന്ന സീറ്റിന്റെ അവിടേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. എനിക്ക് 50 പൈസക്ക് എനിക്ക് ഇത് വേണം, വെല്ലം വേണം. പർവ ഗദ്ദി പർ നാ ഗിർക്കർ, പക്ഷെ അത് ആ ഇരിക്കുന്ന സ്ഥലത്ത് വീണില്ല. ഉസ്കെ സാമനെ റഖേ, അതിനടുത്ത് തന്നെ ഒരു ധനിയ കാ ഡിബ്ബ, വട്ട് ഇസ് ധനിയ, കൊറിയണ്ടർ, മല്ലി, ഉണക്ക മല്ലിന്റെ ഡിബ്ബയില് ഗിർക്കൽ പോയിട്ട് ഉള്ളിൽ വീണു. പസ്രി ने उस डब्बे में टटोला, പസ്രി ആ ഷോപ്പ് കീപ്പർ ആ ഡബ്ബയിൽ ടട്ടോളാവനെ തെരഞ്ഞു. पर उसमें अठन्नी नहीं मिली, പക്ഷെ 50 പൈസ അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. एक छोटा सा खपड़ा, ഖപ്പട പറഞ്ഞതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു കല്ലാണ്. നമ്മൾ വെള്ളാര കല്ല് പറയില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല സോഫ്റ്റ് ആയിരിക്കും, കുഞ്ഞു പൈസ പോലെ തന്നെ ഉണ്ടാവും. ആ കല്ലായിരുന്നു അതിനുള്ളിൽ. ജറൂർ था जिसे पसरी ने निकाल कर फेंक दिया, ആ ഷോപ്പ് കീപ്പർ അതെടുത്തിട്ട് വലിച്ചെറിഞ്ഞു. ഇന്നത്തെ കല്ല് വീണ് കിടക്കണോണ്ട് എടുത്ത് വലിച്ചെറിഞ്ഞു. ഇത് കണ്ടപ്പോ എന്ത് സംഭവിച്ചു? ആ കുട്ടിയുടെ ചെഹര ഏകദം സെ കാലാ പടയ്ക്കുക, അങ്ങനെ കറുത്തായി പോയി, അങ്ങനെ കറുത്തു, അങ്ങനെ ബ്ലഡ് ഇല്ലാത്ത പോലെ ഫേസ് അങ്ങനെ ഷോക്കായി പോയി. സിർ ഘൂം ഗയ, തല ചുറ്റാൻ തുടങ്ങി. ജैसे शरीर का सारा खून निकल गया,
ബോഡിയിൽ നിന്ന് ഫുൾ ബ്ലഡ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ആയി ഫേസും തല കറങ്ങാൻ തുടങ്ങി. ആഖേ ഛൽഛല ആയി, കണ്ണങ്ങനെ നിറഞ്ഞു, വെള്ളം നിറഞ്ഞു. കഹാ ഗൈ അഠന്നി, പസ്രീനെ ഹാരത് സെ കഹാ, എവിടെ പോയി 50 പൈസ? നീ പറഞ്ഞു 50 പൈസ എവിടെ പോയി? ഷോപ്പ് കീപ്പർ ഹാരത് ഷോക്കായിട്ട് ചോദിച്ചു, എവിടെ പോയി പൈസ? ആ സമയത്ത് ഉസേ ലഗ, ആ കുട്ടിക്ക് തോന്നി ജैसे वो रो पड़ेगा, കുട്ടി ഇപ്പൊ കരയും. ആ ഒരു അവസ്ഥയിലെത്തി. ദേഖ്തെ ഹി ദേഖ്തെ, എന്തിനാ കരയെന്ന് തോന്നിയത്? ആ 50 പൈസ അല്ല എന്ന ആ ഫീലിംഗ് അല്ല. വൈ? ബിക്കോസ് ദേഖ്തെ ദേഖ്തെ, നോക്കിക്കൊണ്ടിരിക്കെ സബ്സെ താക്കത്വർ, ഭയങ്കര പവർഫുൾ ഉള്ള ഈശ്വർ ദൈവം, ഉസ്കെ സാമനെ മോത്ത് ഹോ, ദൈവം മരിച്ചുപോയി. അവന്റെ ഉമ്മ, അവൻ അത്രയും വിശ്വസിച്ചതല്ലേ, മോത്ത് പറഞ്ഞാൽ മരിച്ചുപോയി. അവന് ഒരു നിമിഷത്തിനുള്ളിൽ ദൈവത്തിന്റെ ആ വിശ്വാസം അവന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ പോയി. അതുകൊണ്ട് അവന് സഹിക്കാൻ പറ്റിയില്ല. വിശ്വാസം, ചെറുപ്പം മുതലേ ദൈവത്തിന് അത്രയും സ്നേഹിച്ച ഒരു വ്യക്തിയല്ലേ. അപ്പൊ അത് അവന് അങ്ങനെ ആ ഒരു നിമിഷത്തിനുള്ളിൽ ദൈവം അവന്റെ മനസ്സിൽ നിന്ന് പോയി. ഉസ്നെ മറേ ഹാത്തോസെ, വിട്ട് മറ, മരിച്ച് കൈ പറഞ്ഞാൽ ജീവനില്ലാത്ത കൈ കൊണ്ട് ജേബ് സെ, പോക്കറ്റിൽ നിന്ന് പൈസ നിക്കാലെ, പൈസ എടുത്ത് നമക് ലിയ, അമ്മ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് മേടിക്കാൻ. അപ്പൊ ഉപ്പ് മേടിച്ചു. ഓർ ജാനെ ലഗ, പോകാൻ തുടങ്ങി, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. യെസ്. ദുക്കാൻദാറിനെ, ആ കുട്ടിയുടെ ഫേസ് കണ്ടപ്പോ ഷോപ്പ് കീപ്പറിന് മനസ്സിലായി. ദുക്കാൻദാറിനെ ഉസ് ഉദാസ് ദേക്കർ കഹ, സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ട് പറഞ്ഞു, ഗുഡ് ലേലോ പൈസെ ഫിർ ആ ജായെങ്കെ, ഈ വെല്ലം എടുത്തോ, പൈസ പിന്നെ തന്നാ മതി, ഇത് വെല്ലം എടുത്തോ. നെഹി, ഉസ്നെ കഹ ഓർ റോ പട, ഇല്ല വേണ്ട, അത് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അച്ഛാ പൈസ മത് ദേന, ശരി പൈസ തരണ്ട, മേരി ഓർ സെ തോടാ സാ ഗുഡ് ലേലോ, എന്റെ വക ചെറിയ ഇത്തിരി വെല്ലം ഞാൻ തരട്ടെ. ദുക്കാൻദാറിനെ പ്യാർ സെ കഹ, കടക്കാരൻ സ്നേഹത്തോടെ പറഞ്ഞു, ഇത്തിരി തരട്ടെ ഞാന്. और एक टुकड़ा तोड़कर, ഒരു പീസ്, ടുക്കട മീൻസ് പീസ് പൊട്ടിച്ചിട്ട് ഉസേ ദേനെ ലഗ, അവന്റെ കയ്യിലേക്ക് കൊടുത്തു. ഉസ്നെ മുഹ് ഫിറാ ലിയ, അവൻ മുഖം അങ്ങനെ തിരിച്ചു, വേണ്ട പറഞ്ഞിട്ട്. और चल दिया, പോയി, മുഖം അങ്ങനെ തിരിച്ചിട്ട് വേണ്ട പറഞ്ഞിട്ട് പോയി. വൈ? ഉസ്നെ ഈശ്വർ സെ മാംഗാ താ, അവൻ വെല്ലം ദൈവത്തിനടുത്താ ചോദിച്ചത്, ദുക്കാൻദാർ സെ നഹി, ഷോപ്പ് കീപ്പറിന്റെ അടുത്തല്ല ചോദിച്ചത്, അല്ലേ? ദൂസറോं की दया उसे नहीं चाहिए, വേറെവരുടെ സിംപത്തി അവന് ആവശ്യമില്ല, ദയ ആവശ്യമില്ല. ലേക്കിൻ, പക്ഷേ അബ് ഈശ്വർ സെ കുച്ച് നഹീ മാംഗാ, പക്ഷെ ഇപ്പോ ദൈവത്തിന്റെ അടുത്ത് അവൻ ഒന്നും ചോദിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് അവൻ ദൈവത്തിന്റെ അടുത്ത് ഒന്നും ചോദിച്ചു. അണ്ടർസ്റ്റാൻഡ് അല്ലെ? തുടക്കമെല്ലാം നല്ല ഇതായിട്ട് പോയി, അവസാനം ഭയങ്കര ട്രാജഡി ആയി പോയി അല്ലെ? അവൻ ആ ഒരു എക്സൈറ്റ്മെന്റിനുള്ളിൽ അവൻ കല്ലിന് പൈസയാണ് വിചാരിച്ചു പോയി മേടിച്ചു. അവൻ വിചാരിച്ച ദൈവം തന്നതാണ് അല്ലെ? ആ ഒരു വിശ്വാസം അവന്റെ മനസ്സിൽ നിന്ന്. ഇതാണ് സഫേദ്. अच्छा लगा आपको ये कहानी? यस. तो अभी जो भी क्वेश्चन आंसर्स हैं मैं आपको भेज देती हूँ, और मीनिंग्स है आप लोग 5 मिनट. ओके, बाय.